ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ വീഡിയോ എടുക്കുമെന്നോ യാത്ര പോകുമെന്നോ ഒന്നും വിചാരിച്ചല്ല കേട്ടോ. എല്ലാം അൺപ്ലാൻഡ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത് നമ്മൾ അപ്പോൾ ചെയ്യുമ്പോഴാണല്ലോ. അപ്പോൾ ഏകദേശം ഉച്ചയോടെ ആയി. എവിടെയെങ്കിലും പോയി ഫുഡ് അടിക്കുക എന്നൊരു പ്ലാനിൽ നമ്മൾ ഇറങ്ങി. ഈ ഫ്രണ്ടിൽ പോകുന്ന 2 പിള്ളേരും അതേപോലെ തന്നെ എൻ്റെ മായമ്മയും ആണ് ഇന്നത്തെ വ്ളോഗിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഫ്രണ്ടിൽ പോകുന്ന 2 എണ്ണത്തിൻ്റെ പേര് കേട്ടോ, അവരടുത്തെത്തട്ടെ. ആ ബാക്കിലിരിക്കുന്നവനാണ് ആഷിക്ക്, തൊട്ട് ഫ്രണ്ടിൽ നമ്മുടെ റൈഡർ ഷനൂഫ്. അപ്പോൾ ഇവന്മാർ എല്ലാവരെയും കൂടെ കിട്ടുകയെന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. സോ ഇതിലൊരാൾ മിസ്സിങ് ആണ്, മനീഷ. അവൾ ഇവിടെ ഇല്ലാതെ പോയി. സോ വി മിസ് യു മനി, വി മിസ് യു. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്കൂട്ടി എടുത്ത് ഇറങ്ങി. വെയിലില്ലാത്തതുകൊണ്ട് ജോളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ പാട്ടൊക്കെ പാടി ഇങ്ങനെ പോവായിരുന്നു. അവൾ ധൈര്യമായിട്ട് കുറേ കാലത്തിന് ശേഷമാണ് എൻ്റെ സ്കൂട്ടിയുടെ ബാക്കിലിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ, യെസ്, നിങ്ങൾക്ക് അറിയോ എന്ന് എനിക്കറിയില്ല. അയ്യപ്പേട്ടൻ്റെ കട എന്ന് പറഞ്ഞ കൊല്ലംകോട്ടിൽ ഫേമസ് ആയിട്ടുള്ളൊരു കടയുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് എവിടെയാണെന്ന് അറിയോ? പറയടാ. നമ്മളിന്ന് കൊല്ലംകോട് എത്തിയിരിക്കുകയാണ്. ഇവിടെ അയ്യപ്പേട്ടൻ ഹോം മീൽസ്, അങ്ങനെയാണ് അയ്യപ്പേട്ടൻ്റെ ചായക്കട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹൈദരാബാദിൽ ഒരു ഫ്രണ്ട് കൊണ്ടെന്നാണ്. ആ ഫ്രണ്ട് ഇപ്പോൾ വരും. അവൻ്റെ എൻട്രിക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. പറയും ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും സ്ഥലത്ത് വരുമോ എന്ന് ചോദിക്കും. അതാ നമ്മൾ കഴിക്കും. ഗേൾസ് അല്ല ഗൈസ്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മുടെ അയ്യപ്പന്റെ കടയാണെങ്കിലും എല്ലാവരും ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ തോന്നുന്നത്? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കണ്ണാടിന്ന് കൊല്ലംകോട് വരെ എത്തി. നല്ല ഫുഡാന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നാണ്. എന്ത് പറ്റി? സൗണ്ടിന് പോയി കണ്ടോ, സൗണ്ട് പോയി. സൗണ്ട് ഇല്ല, വയ്യാത്ത കുട്ടിയും കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള എഫക്റ്റീവ് അല്ല. വർത്ത് ഉണ്ടോ ഇല്ലെന്ന് നോക്കാം. നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നീ വല്ലതും പറയും. ഇനി എന്താ പറയാ, ഇത്രയും ദൂരം വന്നതിന് ഫുഡ് ഉണ്ടാവോ? ഇത്രയും ദൂരം വന്നതിന് ഫുഡ് ഉണ്ടാവോ എന്നൊക്കെ ചോദിക്കുന്നു. ഐ ഡോണ്ട് വാണ്ട് ടു മിസ് ദ പേഴ്സൺ ഹൂ ഇൻട്രൊഡ്യൂസ്ഡ്. വരൂ, എന്റെ വ്ലോഗ് കണ്ട് പേടിച്ചോടി ഗൈസ്. പേടിക്കണ്ട, ഐഫോൺ. അയ്യോ, ഫ്രണ്ട് ക്യാമില് സൂം പറ്റില്ല. ഇതിന്റെ സ്പോൺസർ ഹൈദരാബാദിൽ നിന്ന് ജീവനം കൊണ്ട് ഓടി വന്ന ചിക്കൻ എത്തിയത് എവിടെയാണ്? ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഇത് യാതൊരു വിധത്തിലുള്ള ആഡ് അല്ല. അതെ ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്. അതെ അതെ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇനി പോയിട്ട് കഴിക്കാം. ആക്ച്വലി നമ്മൾ നല്ല വിശപ്പുകൊണ്ട് വന്നതാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് വീഡിയോ എടുക്കാനുള്ളൊരു സമയം കാലമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഓടുന്നു, വേഗം പോയി കഴിക്കുന്നു. ഇതാണ് നമ്മുടെ. അങ്ങനെ ഒരുപാടൊന്നും നമുക്ക് കാത്തിരിക്കേണ്ടി വന്നില്ല കേട്ടോ. വേഗം തന്നെ ഫുഡ് കിട്ടി. അപ്പോൾ നമ്മൾ ഒരു വെജ് മീൽ പറഞ്ഞു മായ്ക്ക് വേണ്ടിയിട്ട്. ബാക്കി ഞങ്ങൾ 3 പേരും നോൺ വെജസ് എടുത്ത്, അതേപോലെ അവിടുത്തെ ബീഫ്, ചിക്കൻ, അങ്ങനെ എല്ലാം നമ്മൾ ട്രൈ ചെയ്തു കേട്ടോ. ഫുഡിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. ഞാനിതെല്ലാം ഓൺ വോയിസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ആസ്ഥാനത്തുള്ള എൻ്റെ പിള്ളേരുടെ കോമഡി കാരണം അതെനിക്ക് തന്നെ പാരയാവും എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം ഞാനതൊക്കെ റിമൂവ് ചെയ്ത് എൻ്റെ വോയിസ് ഓവർ ചെയ്യാമെന്ന് ഉള്ളൊരു പരിഹാരത്തിലെത്തി. എന്താണെന്ന് വെച്ചാൽ ഈ പിള്ളേർ ശരിയില്ല ഗൈസ്, ഇവരാരും ശരിയില്ല. നമ്മളെല്ലാവരും വയറ് നിറഞ്ഞ് പൊട്ടുന്ന വരെ ഫുഡ് കഴിച്ചു കേട്ടോ. ഇവിടുത്തെ ഒരു ഏരിയ കണ്ടുപിടിക്കാൻ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല കേട്ടോ ഇത്രയും കാലം. അപ്പോൾ ഈ ഒരു ഏരിയ കണ്ടുപിടിച്ചെന്നത് നമ്മുടെ ഷനൂഫാണ്. സോ അവനൊരു ബിഗ് താങ്ക് യു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ബോത്തായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടില്ല. എങ്ങനെയുണ്ട് ഫുഡ്? സൂപ്പർ ഫുഡാണ്, പൈസയ്ക്ക് വരണം. സൂപ്പർ. എന്തൊക്കെയാണ് കഴിച്ചത്? ഞാൻ വെജ് ആയതുകൊണ്ട് വെജ് മീൽസാണ് കഴിച്ചത്. അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന ചിക്ക. എങ്ങനെയുണ്ട് ഫുഡ്? നൈസ്. പായസം സെറ്റില് ഞാൻ 3 ഗ്ലാസ് കുടിച്ചു ഗൈസ്. 3 ഒന്നുകൂടെ ആലോചിച്ചേ. വേറെയും കുടിച്ചിട്ടില്ല. നമ്മൾ സനൂഫിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സനൂഫാണ് നമ്മുടെ ട്രീറ്റ് ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ട്രീറ്റ് എന്ന് അറിയാൻ വേണ്ടി കമൻറ്റ് ചെയ്യുക.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 4 റൗണ്ട് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ്. ഇവിടെ കുറെ വരുന്നതാണ്. ഏത് മായ? മായക്ക് വേണ്ടി വന്നതാണ്. അത്രയും പറയാം. പായസം അടിപൊളി കൊണ്ട് വീട്ടിലും കൊണ്ടുവന്നു. അതെ, വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വരെ വാങ്ങിച്ചിട്ടുണ്ട്. അത്രയും ഇഷ്ടമായി. ഇന്നത്തെ ഈ ഒരു യാത്രയുടെ ഉദ്ദേശം എല്ലാവരും ഒത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിരുന്നു. പക്ഷേ 2 വണ്ടിയിലായിപ്പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ല കുറേയൊന്നും. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് അവിടെ എത്തുന്നവരെ ബ്ലാ 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 ആയിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു ഏരിയ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ കുറച്ച് ഉള്ളു വഴികളാണ്. പക്ഷേ നൈസായിരുന്നു കേട്ടോ സ്പോട്ട്. നമ്മളിത് കഴിഞ്ഞ് എന്തായാലും കൊല്ലങ്കോട് എത്തി. അപ്പോൾ കൊല്ലങ്കോടിൻ്റെ ഗ്രാമഭംഗി കാണാമെന്നൊക്കെ പറഞ്ഞു പോയി. പക്ഷേ അവിടെ പച്ചപ്പുണ്ട് ചോദിച്ചാലുണ്ട്. പക്ഷേ പാടങ്ങളൊക്കെ വരണ്ട് കിടക്കുകയാണ് ഗൈസ്. കാരണം എന്താണെന്നറിയോ, ഇത് ചൂടുകാലം. ഈ ഒരു 1 hour ജേണി അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ റീൽസിലൊക്കെ കാണുന്നത് പോലെ കുറേ പച്ചപ്പൊക്കെ ഉണ്ടാവും വിചാരിച്ചു. പക്ഷേ ആ ഒരു ക്ലൈമറ്റിൻ്റെ ഇഷ്യൂ ആയിരുന്നു. അതേപോലെ തന്നെ നമ്മൾ വരുന്ന ടൈമിൽ നോക്കിയിട്ട് വെയിലില്ല കേട്ടോ. ഒരു തണുത്ത അല്ലെങ്കിൽ മഴ പെയ്യും എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ക്ലൈമറ്റ് ആയിരുന്നു. അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ആ ഒരു തണുപ്പ് നമുക്ക് വെയിലിൻ്റെ ഒരു കഷ്ടം അറിഞ്ഞില്ല. അതേപോലെ തന്നെ റീൽസിലൊക്കെ കാണുന്ന പോലെ ഫുൾ നെൽപ്പാടം, മറ്റേ ചർക്ക, അതിൻ്റെയൊക്കെ കുറേ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ ഞാൻ കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ് കേട്ടോ. പറയാൻ പാലക്കാട്ടുകാരിയാണ്, പക്ഷേ ഈ ഏരിയയിലേക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതെന്തായാലും 1 of the ബെസ്റ്റ് ഡേ ആയി നമുക്ക് മാറിയിരിക്കുകയാണ്. എന്താ വെച്ചാൽ അത്രയും നമ്മൾ എൻജോയ് ചെയ്തു, കുറേ ചിരിച്ചു. ഈ ഒരു യാത്ര പോകുമ്പോൾ തന്നെ നമുക്ക് പോണോ വേണോ എന്നുള്ളൊരു 2 മൈൻഡായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ വന്നതിന് അത്രയും വേർത്തായി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കുറേ അനുഭവങ്ങളുണ്ടായി കേട്ടോ. ഈ ഒരു 4 പേര് ഞങ്ങൾ ഒരാൾ കൂടെ മിസ്സായെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവൾക്ക് അതെന്തായാലും ഒരു മിസ്സിങ് തന്നെ ആയിരിക്കും. കാരണം നമ്മൾ അത്രയും എൻജോയ് ചെയ്തു. അതേപോലെ അടിച്ച് പൊളിച്ചു. നമ്മൾ എത്ര സങ്കടം ഉണ്ടെച്ചാലും നമ്മുടെ റൈറ്റ് പീപ്പിൾ അറ്റ് റൈറ്റ് ടൈം എന്ന് പറയില്ലേ, അതേപോലെയാണ് കേട്ടോ. ഈ പിള്ളേരുടെ കൂടെ ഇങ്ങനെ സമയം കുറച്ച് സ്പെൻഡ് ചെയ്താൽ നമ്മൾ ഒന്നും അറിയില്ല. നമ്മളിനി വീട്ടിലേക്ക് തിരിച്ചു പോകണോ എന്നുള്ളൊരു മൈൻഡിലെത്തിപ്പോവും. അത്രയും എന്താ പറയുക, ടൈം പാസ് ഐറ്റംസാണ് ഇവരൊക്കെ. വർക്ക് അതേപോലെ സ്റ്റഡീസ് ഇതിൻ്റെയൊക്കെ ഒരു തിരക്കിലായതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രെയിം ഇങ്ങനെ കംപ്ലീറ്റ് ആവുക എന്ന് പറയുന്നത് റെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നമ്മൾ കുറേ ചിരിച്ചൊരു ദിവസമാണെന്ന്. ഏറ്റവും ഹാപ്പി ആയിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ സങ്കടങ്ങൾ മറക്കുക, ഇങ്ങനെയുള്ള കുറേ യാത്രകൾ ചെയ്യുക, ഫ്രണ്ട്സായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുക, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡേക്ക് ഇവിടെ ബൈ ബൈ പറയാണ് ഗൈസ്. നമ്മൾ കുറേ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വീണ്ടും ഇതേ സെയിം സ്പോട്ട് പ്ലാൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ബൈ ബൈ.